പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവ്, ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, കർത്താവ്, ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്ന വ്യക്തികൾ, ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. സുന്ദരി മാതാവ്, സമയത്തിനധികമായ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു
സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വരസ്വരം നീക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ബൈബിളിലെ വചനങ്ങളില്ലേ, അതിൻ്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രക്രിയയും പരിണാമവുമാണ് ശരിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വചനം എടുത്തിട്ട് അത് ചുട്ടൂരമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പാപം നിയമലംഘനമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഒരു അടിത്തറയായിട്ട് എടുക്കാൻ പറ്റുമോ? അടിത്തറയല്ല, അതിനും താഴെ അടിത്തറയുണ്ട്. അതാണ് അതിൻ്റെ റൂട്ടായിട്ടുള്ള, അതായത് അടിസ്ഥാന ശിലകളെന്ന് പറയുന്നത്, വചനത്തിൻ്റെ അടിസ്ഥാന ശിലകൾ. അത് ചിലപ്പോൾ ഓരോ അപ്പോസ്തലന്മാർ ഒരു അപ്പോസ്തലൻ പറഞ്ഞത് അത് പൂരിപ്പിക്കപ്പെടുന്നത് വേറൊരു അപ്പോസ്തലൻ്റെ വചനങ്ങളിലൂടെ ആകും. അങ്ങനെ എല്ലാം അങ്ങനെയാണെന്ന് പറയുകയല്ല, നമ്മളിങ്ങനെ ഫലത്തിൽ അങ്ങനെ കണ്ടുവരുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം പാപം നിയമലംഘനമാണ്. 1 യോഹന്നാൻ 3:4 പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. അപ്പോൾ പാപം നമുക്ക് ബേസിക്കായിട്ട് ഇതിപ്പോൾ ഒത്തിരി മേഖലകളിൽ ഈ വിഷയം ടോക്കായിട്ടുണ്ട്. ആൾക്കാർ ബൈബിൾ പ്രഘോഷകർ ഈ വിഷയം കോട്ട് ചെയ്യും. പക്ഷെ വേറൊരു ചോദ്യം വരണതേ, എന്തുകൊണ്ടാണ് നിയമം ലംഘിക്കുന്നത്? ആരുടെ നിയമമാണ് ലംഘിക്കുന്നത്? ആരുടെ നിയമമാണ് ലംഘിക്കുന്നത്? ദൈവത്തിൻ്റെ നിയമങ്ങളാണ് ലംഘിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്നത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതണം കൊണ്ടാണ്. റോമ 1:28. അപ്പൊ റോമ 1:28 ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും, അത് പിന്നെ അധവികാരങ്ങൾക്കും അനുചിത പ്രവർത്തികൾക്കും അത് പാപത്തിലേക്ക് വിട്ടുകൊടുത്തെന്നാണ് പറയണം. അതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് പാപം നിയമലംഘനമാണ്? നമ്മുടെ ചോദ്യം എന്താണ്? എന്തുകൊണ്ടാണ് പാപം നിയമം ലംഘിക്കുന്നത്? അതെന്തുകൊണ്ടാണ്? ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതണ കൊണ്ടാണ്. പിന്നെ ദൈവത്തെ എന്തുകൊണ്ടാണ് അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതണത്? ദൈവത്തെക്കാൾ വലിയ ദൈവമായിട്ട് വേറെ ആരെയോ കരുതണ കൊണ്ടാണ്. അതുകൊണ്ടാണ് നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നുവെന്ന് നമ്മൾ ഈ പന്തിയിൽ തന്നെ ഈ ദിവസം കേട്ടിട്ടില്ലേ? ഈ നമ്മുടെ കൂടെയുള്ള അപര ദൈവങ്ങളെ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ മുമ്പ് പറഞ്ഞതുപോലെ ദൈവത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുടെ നമ്മളെ മാറ്റണത്. അങ്ങനെയാണ് നിയമത്തെ നമ്മൾ ലംഘിച്ച് വരണത്. അപ്പോൾ ബേസിക്കായിട്ട് എന്താ വിഷയം? അപരദൈവമാണ് വിഷയം. പക്ഷേ ദൈവത്തിനേക്കാൾ പ്രാധാന്യം നമ്മൾ വ്യക്തികൾക്ക് കൊടുക്കും ചിലപ്പോൾ. അപ്പോൾ ദൈവത്തേക്കാൾ പ്രാധാന്യമോ ആ ദൈവത്തിലുള്ള വിശ്വാസത്തേക്കാൾ പ്രാധാന്യമോ വേറെ വ്യക്തികൾക്ക് കൊടുക്കും. അപ്പോഴും സ്വാഭാവികമായിട്ട് നിയമലംഘനം വരും. ഈ വിശ്വാസം അറിയാതെയൊക്കെ വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളതാണ്. വിശ്വാസം അറിയാതെ ഇപ്പം നമ്മൾ ഒരു വിശ്വാസത്തിന് കല്യാണം കഴിച്ചു. അപ്പം ചിലർ നമ്മുടെ വിശ്വാസത്തിലേക്ക് തിരിച്ച് വരുമായിരിക്കും, ചിലർ വിശ്വാസത്തിലേക്ക് വരത്തില്ല. മറിച്ച് നിങ്ങളെ ആ വിശ്വാസത്തിലോട്ട് കൊണ്ടുപോകും. അത് നിങ്ങൾക്കും അറിയാം. അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആഴമായ ബോധ്യങ്ങളില്ല എന്നതിൻ്റെ അർത്ഥം. ബോധ്യം അങ്ങനെയല്ല, ഇത് നിങ്ങൾക്ക് സൗകര്യപ്പെട്ടതുകൊണ്ട് ദൈവത്തെ നിങ്ങൾ ഒഴിവാക്കുന്നതാണ്. അത് സെക്കൻഡായിട്ട് കാണുന്ന, അവഗണിക്കുകയാണ് ശരിക്കും പറഞ്ഞത്, അംഗീകരിക്കാതിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇപ്പം പല ആൾക്കാരും ഇത് ലോകമല്ലേ ഇപ്പം പുതിയ കാലത്ത് ജാതി മതം ഉണ്ടാകുന്നൊക്കെ തിരക്കിയാലും അത് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ദൈവത്തെ കാണാത്തത് കൊണ്ടും ദൈവത്തെ അറിയാത്തത് കൊണ്ടും ദാനമായി കിട്ടിയ വിശ്വാസത്തെ വില അറിയാത്തത് കൊണ്ടുമാണ്
അവർ ദൈവത്തെ അവഗണിക്കണത്. അനുതാപം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അനുതാപം കിട്ടിയ വലിയ അനുഗ്രഹമാണ്. പക്ഷെ അനുതാപം കിട്ടുമ്പോൾ അനുതാപത്തിന് യോജിച്ച ഫലങ്ങൾ വേണം. അല്ല വെറുതെ എനിക്ക് അനുതാപം ഉണ്ടെന്നൊരു കാര്യമില്ല. കാര്യം ബൈബിൾ നോക്കുന്നത് അനുതാപമല്ല, അനുതാപത്തിന്റെ ഫലങ്ങൾ. മത്തായി 3:8 മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കും. മാനസാന്തരത്തിന് ദുഃഖം പിടിച്ച് മനസ്സിൽ സങ്കടം പിടിച്ചെന്നൊരു കാര്യമില്ല, അതിൻ്റെ യോജിച്ച ഫലങ്ങളുണ്ട്. അതാണ് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കണം. അപ്പം അനുതാപത്തോടെ ജീവിക്കണം, വിശ്വാസത്തെ കുഞ്ഞുങ്ങളെ വളർത്തണം, മേലുള്ള ജീവിതത്തിന് വിശുദ്ധി കീപ്പ് ചെയ്യണം. കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പ്രാക്ടിക്കലല്ല, ഭയങ്കര പാടായിരിക്കും എന്ന് നമുക്ക് തോന്നും. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, അപ്പനോ അമ്മയോ വിശ്വാസത്തിൽ ലൂസായിട്ട് വീട്ടിൽ സംസാരത്തിലുള്ളവരാണ് അവിടെ മക്കളാണ് വിശ്വാസം നഷ്ടപ്പെടുത്തുന്നത്. പിന്നെ വേറെ ചില ആൾക്കാർ വിശ്വാസം തരും, അതായത് കുഞ്ഞുങ്ങൾക്ക് താറോവായിട്ട് അവർക്ക് വിശ്വാസം ഭാരമായിട്ട് കുഞ്ഞുനാളിൽ തന്നെ പ്രാർത്ഥനകളുടെ എണ്ണവും തീഷ്ണതയും കൂട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് അതുമായിട്ട് യോജിക്കാൻ പറ്റാതെ അവർ മനസ്സുകൊണ്ട് വിശ്വാസത്തെ എതിർക്കും. കാരണം വിശ്വാസം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ചാലഞ്ച് അല്ലേ, റിസ്ക് അല്ലേ. മിഠായി തിരണ പോലെയും മദ്യം അടിക്കണ പോലെയൊന്നും അല്ലല്ലോ. അതിനതിൻ്റെ റിസ്ക് ഉണ്ട്, ജീവിത രീതികളുണ്ട്. അതിൽ നിന്ന് ചാടി പുറത്ത് വീഴാൻ എല്ലാവർക്കും തോന്നും. ക്ലാസ് ഇല്ലാത്തപ്പോൾ ചില ദിവസങ്ങൾ ഇൻ്റർവെല്ലിനെ കഴിഞ്ഞ് ക്ലാസ് ഇല്ലെന്ന് പറയത്തില്ല. ഈ ടൈമിന് അടുത്ത പീരീഡ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ പിള്ളേർ എന്ത് ആഹ്ലാദത്തോടെയാണ് ചാടിപ്പുറത്ത് വീഴുന്നത്. അപ്പോൾ ക്ലാസ് ഇരിക്കുന്നതിനേക്കാളും നല്ലത് കളിച്ച് നടക്കുന്നതാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. വിശ്വാസത്തിൽ ജീവിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് പേയ്മെൻറ്റ്സുകളുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലത് കൊടുക്കാൻ തീരുമാനിച്ച് നമ്മൾ വിശ്വാസത്തിന് പേയ്മെൻറ്റ് കൊടുക്കുന്നവരാണ്, അതനുസരിച്ച് ജീവിക്കുന്നവരാണെന്ന് സമൂഹത്തിനല്ല മനസ്സിലാകേണ്ടത്. എല്ലാവരും കുടുംബക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. ചിലരൊക്കെ പള്ളിയിലൊക്കെ പോണതും കുമ്പസാരിക്കണൊക്കെ വരെ എന്തിനാണ്? അപ്പനെയും അമ്മനെയും ബോധിപ്പിക്കാനും. അപ്പനും അമ്മയുടെ കാലം കഴിയുമ്പോൾ അവർ സ്വന്തം സ്വഭാവം കാണിക്കും. അപ്പം അതുകൊണ്ട് അതല്ല ശരിക്കും വിശ്വാസത്തിൽ ജീവിതം എളുപ്പമാകുന്ന ഒരു സൂപ്പത്ര പണിയുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ ജീവിതം എളുപ്പമാകാനുള്ള മാർഗം ഈ നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ വിശ്വാസിയാണ് ജീവിക്കണമെന്ന് ദൈവത്തെ ബോധിപ്പിച്ചാൽ മതി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവസഹായം വരും. നമുക്ക് ദൈവസഹായം കിട്ടാൻ എല്ലാ കാര്യങ്ങൾക്കും ദൈവസഹായം കിട്ടണമെന്ന് ഇല്ലാതെ ജീവിക്കാൻ പറ്റിയിടുന്ന് കണ്ടുപിടിച്ചതും അത് നമ്മളോട് പറഞ്ഞു തന്ന ഈശോയാണ്. ആദ്യമായി ഞാൻ ഈ ആൾത്താരെ കയറാൻ അവസരം തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് അംബിക അശോകൻ, ഇടുക്കി ജില്ല തൊടുപുഴ കുമാരമംഗലത്തു നിന്ന് വരുന്നു. എൻ്റെ മകൾ ആതിര അശോകന് വിവാഹം കഴിഞ്ഞിട്ട് 3.5 വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു. അപ്പം പല ഹോസ്പിറ്റലിലും പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പിന്നെ അർച്ചന ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു കീഗോള് പോലെ ഒരു ഓപ്പറേഷൻ ചെയ്യണം, ചെയ്താലും 60% അവർ പറഞ്ഞത്. പിന്നെ ആയുർവേദം ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു കൊച്ചിന് ഡിസബിലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഷുഗർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഒരു മരുന്നും ചെയ്യണ്ട, നമുക്ക് വീട്ടിൽ മരുന്നൊന്നും ചെയ്യാതെ വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് അങ്ങനെ മരുന്ന് ചെയ്യാതെ ഇരുന്നു. കൊണ്ടുവന്ന മരുന്നെല്ലാം ഞാൻ എടുത്ത് ദൂരെ കളഞ്ഞു. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, ഞാൻ അവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചോളാം, എൻ്റെ മോൾക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണേന്ന് ഹൃദയം നൊന്ത് കരഞ്ഞപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആ മാസം തന്നെ മോള് പ്രഗ്നൻ്റായി. അമ്മ ഞങ്ങൾക്കൊരു പൊന്നുംകുടത്തിനെ തന്ന് അനുഗ്രഹിച്ചു. അതാണ് ഈ മോള്. പിന്നെ മോൾക്ക് വണ്ടി അപകടം മൂലം ഡിസബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് 1 വർഷത്തോളം ഒരു ചലനമില്ലാതെ വയ്യാതെ കിടപ്പായിരുന്നു. അങ്ങനെ പയ്യാണ് നോർമലായി വന്നത്.
അപ്പോൾ പ്രസവവും ബുദ്ധിമുട്ടായിരുന്നു, ഓപ്പറേഷനും റിസ്ക് ആയിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം അവസാനം ആയപ്പം എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. പ്രസവം നടക്കുമോ, അതിനുള്ള ഒരു ശക്തി ശരിക്കും ഇല്ലായിരുന്നു. പിന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നട്ടലിന് പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു, തലച്ചോറിന് ക്ഷതയേറ്റ് അങ്ങനെ കുറേ നാൾ കിടന്നായതുകൊണ്ട് അതും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. 10 മാസമായി കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ ചെന്ന് പെയിൻ ഉണ്ടാവാനുള്ള മരുന്നൊക്കെ ചെയ്തിട്ടും പെയിനൊന്നും ആകുന്നില്ലായിരുന്നു. 3 പേര് ഇവരുണ്ടായിരുന്നു. അതിൽ 3 പേരിൽ 2 പേർക്കും പെയിനായി ലേബർ റൂമിൽ കയറ്റി. മോളെ കയറ്റിയിട്ട് വീണ്ടും ഇറക്കി വിട്ടു. അത് കഴിഞ്ഞ് ഡോക്ടർ വീണ്ടും വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ മോൾക്ക് വേദനകളൊന്നും ഉണ്ടായില്ല. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ശ്രമിച്ചിട്ട് കാര്യമില്ല, മോള് തന്നെ ശ്രമിക്കണം എന്ന് പറഞ്ഞ് കുറേ വഴക്കൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാനും കൊച്ചിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട്, ഞങ്ങൾ 2 പേരും ഒത്തിരി സങ്കടപ്പെട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മോളെ വീണ്ടും ഒന്നുകൂടെ ലേബർ റൂമിൽ കയറ്റി ഇഞ്ചക്ഷൻ എടുത്തു. അപ്പം ഞാൻ അവിടെ ഒരു നടയിലിരുന്ന് മാതാവിൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ കുറേ സമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ ചെന്ന് ഇവരിരുന്ന സ്ഥലത്ത് ഇരുന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആതിരയുടെ ആരാ ഉള്ളത് എവിടെയെന്ന് ചോദിച്ച് വിളിച്ചു. അപ്പം ഞാൻ പേടിച്ചു പോയി, പൊട്ടിക്കരഞ്ഞ് ഞാൻ ഓടി എത്തി അവിടെ. അന്നേരം ഈ കുഞ്ഞു ബേബീനെ എൻ്റെ കയ്യിലേക്ക് കൊണ്ട് തന്നു. സന്തോഷം കൊണ്ട് ഞാൻ വീണ്ടും ഉറക്കെ കരഞ്ഞുപോയി. ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമം. മാതാവിനോട് ഞാൻ ഒന്നേ പറയും, മാതാവേ പ്രസവിക്കാനുള്ള ശക്തി എൻ്റെ മോൾക്കില്ല, പിന്നെ ഓപ്പറേഷൻ ചെയ്യാനും വയ്യ, അതുകൊണ്ട് അമ്മ മാതാവ് വേണം ആ കുഞ്ഞിനെ എടുക്കാൻ. അല്ലാതെ ഒരു രീതിയിലും നടക്കുന്ന ഒരു കേസല്ലെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അമ്മ ഇടപെട്ട് മാതാവ് തന്നെ മാതാവിൻ്റെ ഉള്ളം കൈയിലേക്ക് ആ കുഞ്ഞിനെ ഒരു വിഷമവും കൂടാതെ കുഞ്ഞിനെ പുറത്തെടുത്തു. ഇറങ്ങി വന്നിതെല്ലാം കഴിഞ്ഞപ്പോൾ ഇത്രയും എളുപ്പമായിരുന്നു അമ്മേ പ്രസവം, ഞാനൊന്നും അറിഞ്ഞില്ല, ഈ കുഞ്ഞാവ് ഉണ്ടായത് ഒരു വിഷമം പോലും ഞാൻ അറിഞ്ഞില്ലെന്ന്. അത്രയേറെ അനുഗ്രഹമാണ് എൻ്റെ അമ്മയും തിരുക്കുമാരനും തന്നിരിക്കുന്നത്. പിന്നെ മോൾക്ക് ഈ ചെവി കൊട്ടി അടയ്ക്കുന്ന ഒരു ഇതായിരുന്നു. ചെവി എപ്പോഴും ഇങ്ങനെ അടഞ്ഞു പോകുമായിരുന്നു, സംസാരിക്കുമ്പോഴൊക്കെ അടഞ്ഞ് ഇങ്ങനെ വരുമായിരുന്നു. അങ്ങനെ തൈലം പുരട്ടി നന്നായി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അത് മാറിക്കിട്ടി. പിന്നെ എൻ്റെ കാലിന് മുട്ടിന് താഴോട്ട് ഈ തോട്ടിൽ വെള്ളത്തിൽ പോയി നിന്ന് ഇങ്ങനെ അലർജി കൊണ്ട് ചൊറിച്ചിലായിരുന്നു. 10-14 വർഷമായിട്ട് 2 കാലും ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അത് മരുന്നുകളൊക്കെ തൂത്തിട്ടൊന്നും മാറിയില്ല. ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് പൂർണ്ണമായിട്ടും മാറി. പിന്നെ എൻ്റെ മുഖത്ത് കണ്ണിൻ്റെ താഴെയായിട്ട് വലിയൊരു ചുരുളനട്ടയുടെ ഒരു രീതിയിൽ കറുത്ത ഒരു കുരു പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കീറിക്കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു. പിള്ളേർ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് എടുത്ത് കളാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് പോകാതെ ഞാൻ ഉടമ്പടിയിലാണല്ലോ മാതാവേ, അമ്മയുടെ കയ്യിലുണ്ടല്ലോ മരുന്നെന്ന് വിചാരിച്ച് ഞാനത് 3 ദിവസം വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് ആ തൈലം എടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. 4-ാമത്തെ ദിവസം നോക്കിയപ്പം ഒരു പാട് പോലും ഇല്ലാതെ ആ കുമിള മാറിപ്പോയി എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ 2019 ആദ്യമായിട്ട് ഉടമ്പടി ഓൺലൈനിലാണ് എടുത്തിരുന്നത്. അന്ന് തൊട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് സാധിച്ചു. അന്ന് വന്ന് 10 സാക്ഷ്യം ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഫ്രണ്ട്സിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറയുമ്പോൾ അവരൊക്കെ ഇവിടെ വന്ന് കുറേ പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. കുറച്ച് പേര് അല്ലാതെ നിത്യം പ്രാർത്ഥനയുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ പത്രം വാങ്ങി കാരിക്കോട് ഹോസ്പിറ്റലിലൊക്കെ പോയി രോഗികളെ കണ്ട് പ്രാർത്ഥിച്ച് പത്രം കൊടുക്കും. പിന്നെ അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസ കൊടുത്തിട്ട് പോരും. അതുപോലെ തന്നെ സ്റ്റാൻഡുകളിൽ തൊടുവഴി മൂവാറ്റുപുഴയൊക്കെ പോയി സ്റ്റാൻഡുകളിൽ പത്രം കൊടുക്കാൻ പോകും. അപ്പം ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ അർഹതപ്പെട്ടവരുടെ കയ്യിൽ മാത്രമേ ഈ പത്രം എത്താവുള്ളേ, അവർ മാതാവിനെ അറിയാനും ആഴപ്പെടാനും അവസരം കൊടുക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്.
പിന്നെ ഞാൻ കുറേ തീരെ പാവപ്പെട്ടവർക്ക് ഡിസബിലിറ്റി ഉള്ള 1-2 പേർക്ക് നമുക്ക് പറ്റിയില്ലെങ്കിൽ പോലും മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ച് വാങ്ങിച്ച് 2 വീട് പണിത് കൊടുത്തു. അവർ ഭയങ്കര സന്തോഷമായി. അവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പേർക്കല്ലാതെ വാർക്കാനായിട്ടുള്ള സിമൻറ്റ് കമ്പി അങ്ങനെയൊക്കെ ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അങ്ങനെ കൊടുത്ത് സഹായിച്ചു. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും വന്ന് ആവശ്യപ്പെട്ടാൽ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ ഒരു കുട്ടി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് പിന്നെ ഓൺലൈനിൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഫോണില്ലായിരുന്നു, പാവപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. അന്നേരം ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മോനെ ഒരു ഫോൺ വാങ്ങി ആ കുഞ്ഞിന് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിക്ക് ഒരു ഫോൺ വാങ്ങിക്കൊടുത്തു. അങ്ങനെ ആ കുട്ടി ഏറ്റവും നന്നായിട്ട് ക്ലാസ്സിൽ ഫസ്റ്റായിട്ട് ഇന്ന് ആ കുട്ടി പഠിക്കുന്നു. പിന്നെ ഞാൻ എല്ലാ ദിവസവും നേരത്തെ ബൈബിള് വായിക്കുമായിരുന്നു. ബൈബിള് തന്നെ 3 പ്രാവശ്യം മൊത്തം വായിച്ചു തീർന്നു. അതുപോലെ എന്നാ രാവിലെയും വൈകിട്ടും പിന്നെ പ്രത്യക്ഷ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലുമായിരുന്നു. ഇപ്പം ബൈബിള് വായിക്കാൻ ഈ കുഞ്ഞുവാവയുള്ളതുകൊണ്ട് അത്ര സമയം കിട്ടുന്നില്ലെങ്കിലും എപ്പോഴും മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കും. നമുക്ക് എന്ത് ആപത്ത് വന്നാലും വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കാര്യം സാധിക്കും. പിന്നെ ഈ മോളും കുഞ്ഞുങ്ങോടെയും പുറവശത്ത് ഇങ്ങനെ തിണ്ണയിൽ നിന്നപ്പോൾ മറിഞ്ഞടിച്ച് മുറ്റത്തേക്ക് 2 സ്റ്റെപ്പിൻ്റെ താഴത്തേക്ക് വീണു. ഒരു പോറൽ പോലും പറ്റിയില്ല. അന്നേരം എൻ്റെ അമ്മ പറഞ്ഞു, മാതാവ് ഉള്ളം കൈയിലേക്കാണ് ആ കുഞ്ഞിനെയും അമ്മയും മേടിച്ചത്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പറ്റിയേനെന്ന്. അതുപോലെ എന്ത് കാര്യം പറഞ്ഞാലും മാതാവ്. പിന്നെ ഞങ്ങളുടെ മുമ്പിലും പുറകിൽ ഞാൻ എതിലെ പോയാലും ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്ന അങ്ങനെ ഒരു ശീലമൊന്നും എനിക്കില്ലായിരുന്നു. ആരെങ്കിലും കൂട്ടില്ലാതെ അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പില്ലാതെ ഒരു കാര്യം ചെയ്യാൻ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി പ്രാർത്ഥന എടുത്താൽ പിന്നെ എവിടെ പോയി എന്ത് കാര്യം ചെയ്യണമെങ്കിലും നല്ലൊരു ധൈര്യം തമ്പുരാൻ തന്നു. പിന്നെ ഞാൻ എതിലെ പോയാലും മാതാവ് എൻ്റെ കൂടെയുണ്ട്. എന്ത് ആപത്ത് വന്നാലും മാതാവ് അവിടെ എന്നെ താങ്ങി നിർത്താറുണ്ട്. എത്രയേറെ വിഷമങ്ങൾ വന്ന് കരഞ്ഞാലും ആ കാര്യം അമ്മ മാതാവ് എനിക്കൊരിക്കലും സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പദ്ധതികൾ ശാശ്വതമാണ്. അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കും. കർത്താവ് ദൈവവുമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. സങ്കീർത്തനം 33:11 ശാശ്വതമായ പദ്ധതികളാണ് കർത്താവ് നമുക്കായിട്ട് തന്നിരിക്കുന്നത്. തലമുറകളോളം നിലനിൽക്കുന്ന ഒരു വലിയൊരു ഉടമ്പടിയാണ് ദൈവം തൻ്റെ ജനവുമായിട്ട്, തൻ്റെ തിരഞ്ഞെടുത്ത ജനവുമായിട്ട് ദൈവം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒന്നും മനസ്സിലാകാത്ത സാഹചര്യങ്ങളിൽ പോലും ദൈവത്തിൻ്റെ പദ്ധതി വിശ്വസിക്കാനുള്ള ഒരു വലിയൊരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ചിന്തകൾ മാറിയാലും നമ്മുടെ സാഹചര്യങ്ങൾ മാറിയാലും ദൈവത്തിന് നമ്മളോടുള്ള ഇഷ്ടം മാറുന്നില്ല. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അത് ശാശ്വതമായ ഒരു പദ്ധതിയാണ്. വിശ്വാസത്തോടെ ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിൻ്റെ പദ്ധതി തലമുറകളോളം നിലനിൽക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു വലിയ സാക്ഷ്യമാണ് അംബിക അശോകൻ നമ്മളോട് ഷെയർ ചെയ്തത്. ഈ സഹോദരി പറഞ്ഞതുപോലെ ആദ്യത്തെ പ്രാവശ്യം ഇടുവെന്ന് ഉടമ്പടി എടുത്ത ഉടനെ 10 സാക്ഷ്യങ്ങളാണ് ആദ്യത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞത്. ഇത് 2ാമത്തെ സാക്ഷ്യമാണ്. തലമുറകൾ തോറും നിലനിൽക്കുന്ന സാക്ഷ്യങ്ങളുടെ ഒരു വലിയൊരു ജീവിതമാണ് ഈ സഹോദരിയുടേത്. സഹോദരി പറഞ്ഞ പോലെ 3.5 വർഷത്തോളം മകൾക്ക് കുട്ടികളില്ലായിരുന്നു. ഒരു ആക്സിഡൻറ്റ് തുറന്ന് വലിയൊരു ബുദ്ധിമുട്ടിലായിരുന്നു ഈ മകള്. 3.5 വർഷം കഴിഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ കുഞ്ഞിന് കൺസീവായത്. പിന്നീടുണ്ടായിരുന്ന ഡെലിവറിയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു വെരി ഡിഫിക്കൽട്ട് ടൈമാണ്. കാരണം പ്രസവിക്കാനുള്ള ശക്തിയില്ല അമ്മേ, സിസേറിയൻ പറ്റില്ല അമ്മേ എന്നാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്.
അമ്മ ഇടപെട്ടാൽ മാത്രമേ ഈ മകൾക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ സാധിക്കുകയുള്ളൂ. ആക്സിഡൻറ്റിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു മകളാണിത്. ഒന്നും പറ്റാത്ത ഒരു മെറിറ്റും ഇല്ലാത്ത ഒരു മകൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് സിസേറിയന് സാധിക്കില്ല, സാധാരണ പ്രസവവും സാധിക്കില്ല. പരിശുദ്ധ അമ്മയും ഈശോയുടെ കരങ്ങൾ പിടിച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ മകൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, ഡോക്ടേഴ്സ് പോലും അതിശയിച്ചു പോകുന്ന രീതിയിൽ ഈ മകൾക്കൊരു സുഖപ്രസവമാണ് ഈശോയും അമ്മയും കൊടുത്തത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, വളരെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഒത്തിരി നോർമലായിട്ടുള്ളത് പറ്റില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ, നമുക്കുള്ള യോഗ്യതയില്ല, മെറിറ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഇത് ദൈവത്തിൻ്റെ ഒരു കൃപ മാത്രമാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് ഈ മകൾക്ക് ഇന്ന് കുഞ്ഞു വാവയുമായിട്ട് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നു നിന്ന് നന്ദി പറയുവാൻ സാധിക്കുന്നത്. പിന്നീട് പറഞ്ഞ രോഗസൗഖ്യങ്ങളാണ്. 4 വർഷം നീണ്ടു നിന്ന ചെവി വേദനയും 14 വർഷം നീണ്ടു നിന്ന മുട്ടിന് താഴേക്കുള്ള ചൊറിച്ചിലുള്ള അസുഖവുമാണ്. വർഷങ്ങളുടെ കണക്കുകളാണ്. പക്ഷെങ്കിൽ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിൽ സമയവും വർഷങ്ങളും ഒന്നുമല്ല. പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിൽ ഉടനടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവിടെയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച ഈ മക്കളെ തൊട്ട് സുഖപ്പെടുത്തുകയായിരുന്നു. എപ്പോഴും ഈ മകൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അമ്മേ ഞാൻ ഉടമ്പടിയിലല്ലേ, അമ്മയുടെ കയ്യിലുണ്ട് തൈലം എന്നാണ്. ഈ മക്കൾക്ക് കുട്ടികളുണ്ടാകില്ല എന്ന് പറഞ്ഞപ്പോഴും പല മെഡിസിൻസും പറഞ്ഞിരുന്നു, പ്രിസ്ക്രൈബ് ചെയ്തിരുന്നു. എന്നാലും ഈ അമ്മയുടെ വിശ്വാസം, ഇനി ഒന്നും ചെയ്യേണ്ട, അമ്മയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാമെന്നാണ്. ഓരോ അസുഖം വരുമ്പോഴും ഇതുതന്നെയാണ് ഈ അമ്മയുടെ പ്രാർത്ഥന, അമ്മേ ഞാൻ ഉടമ്പടിയിലല്ലേ, അമ്മയുടെ കയ്യിലുണ്ട് തൈലം. എല്ലാ മരുന്നിനും, എല്ലാ അസുഖത്തിനുള്ള മരുന്ന്, എല്ലാ അസുഖത്തിനുള്ള തൈലം പരിശുദ്ധ അമ്മയും ഈശോയും കൂടിയാണ് നമുക്ക് തരുന്നതെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഈ സഹോദരിക്കുള്ളത്. ആ വിശ്വാസമാണ് ഇവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിലും വിശ്വാസത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ ദൈവത്തെ ആശ്രയിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. അവർക്കൊരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിൻ്റെ പദ്ധതി തലമുറകളോട് നിലനിൽക്കുന്നതാണ്, മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതാണ്. ഈ മോള് പറഞ്ഞതുപോലെ എനിക്കുള്ള എൻ്റെ ആഗ്രഹം ഇനി അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ കൂടുതൽ ആഴപ്പെടുത്താനുമാണ്. പിന്നീട് ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന വലിയൊരു സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം. മകളും കൊച്ചുമോളോടെ വീണ് കഴിഞ്ഞപ്പോഴും അവരെ താങ്ങി നിർത്തി സംരക്ഷിക്കുന്ന ഒരമ്മയാണ് നമുക്കുള്ളത്. നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മളെ താങ്ങി നിർത്തി നമ്മളെ സംരക്ഷിക്കുന്ന ഈശോയും അമ്മയുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ എല്ലാ രോഗത്തിനുമുള്ള തൈലമാണ് അവരുടെ കയ്യിലുള്ളത്. നമുക്ക് വിശ്വാസം മാത്രം മതി. നമ്മുടെ ജീവിതത്തിൽ അനിശ്ചിതത്വങ്ങളുടെ നിമിഷങ്ങളിൽ, സമയങ്ങളിൽ നമുക്ക് ഓർക്കാം, നമ്മുടെ പദ്ധതികൾ എത്ര വലുതാണെങ്കിലും ഈശോയും അമ്മയും നമുക്കായി ഒരുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതിൽ വിശ്വസിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. അംബിക അശോകന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ നന്ദി. പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കുടുംബവുമായി വന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജോയമ്മ. ഞാൻ കൊമ്മാടിയിൽ നിന്ന് വരുന്നു. ആറാട്ടുവഴി സെൻറ്റ് ജോസഫ് ഇടവകാംഗമാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ജോസ് കുട്ടി. ഇതെൻ്റെ മകൾ, എൻ്റെ ഇളയ മക്കളാണ് 2 പേരും, ആൽഫിയ, ആപ്നർ. 2023 ഓഗസ്റ്റ് മാസമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് 2011 എൻ്റെ ഹസ്ബൻഡ് നേവിയിൽ നിന്ന് റിട്ടയർ ചെയ്തു. തുടർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങളിരിക്കുമ്പോൾ എൻ്റെ അമ്മച്ചിയാണ് പറഞ്ഞത്, കലവൂര് ജോസഫ് എന്ന് പറയുന്ന ഒരച്ഛനുണ്ട്, ആ അച്ഛനെ പോയി കണ്ടാൽ നല്ലതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹസ്ബൻഡും കൂടി ജോസഫ് അച്ഛനെ കാണാനായിട്ട് അന്വേഷിച്ച് കലവൂരെത്തി. ഇവിടെ എത്തി. ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ചോ ജോസഫ് അച്ഛനെക്കുറിച്ചോ ഒന്നും നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ 2011 ഇവിടെ ഫ്രണ്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നൊരു ചേട്ടനോട് ഞങ്ങൾ ജോസഫ് അച്ഛനെ കാണാൻ വന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛനെ കാണണമെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടൊക്കെ വരണം, അച്ഛൻ ഇവിടെയില്ല, വലിയ കലവൂര് പള്ളിയിലാണ്, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും, അവിടെ ചെന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് അവിടെ ചെന്നു. അവിടെ ചെന്ന് ഒരു റൂമിൻ്റെ കോളിംഗ് ബെല്ലടിച്ചു.
അടിച്ചപ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞു ജോസഫ് അച്ഛനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അത് അച്ഛൻ തന്നെയായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് അച്ഛനോട് ഞങ്ങൾ നേവിയിൽ നിന്ന് റിട്ടയറായി ജോലിയൊന്നുമില്ലാതെ നിൽക്കുകയാണ്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങനെ ഞങ്ങളുടെ രണ്ടാളുടെയും തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. അത് എല്ലാം ശരിയാകും, പോയിക്കോളൂ എന്ന് പറഞ്ഞ് വിട്ടു. ആ മാസം തന്നെ ഹസ്ബൻഡിന് ജൂനിയർ എൻജിനീയറിനായിട്ട് മർച്ചൻ്റ് നേവിയിൽ ജോലി ലഭിച്ചു. അന്ന് മുതൽ മാതാവിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 2020 കൊറോണ ടൈമിൽ ഹസ്ബൻഡിന് സെക്കൻഡ് എൻജിനീയറിൻ്റെ ഒരു 4 മാസത്തെ കോഴ്സ് ഉണ്ടായിരുന്നു. ആ കോഴ്സ് ചെയ്തു, വീട്ടിൽ നിന്ന് ഓൺലൈൻ കോഴ്സായിരുന്നു. ആ കോഴ്സ് ചെയ്തു. അതിൻ്റെ എക്സാം ഡേറ്റ് നീണ്ടുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ നീണ്ടുപോയപ്പോഴേക്കും വീടിൻ്റെ ഓൾറെഡി നേവിയിലായിരുന്നപ്പോൾ നമ്മൾ ലോൺ എടുത്താണ് വീട് വാങ്ങിയിരുന്നത്. ആ സമയത്ത് നമുക്ക് മുകളിലേക്ക് റൂം എടുക്കാം. എനിക്ക് 4 മക്കളാണുള്ളത്. അപ്പം കുട്ടികൾക്ക് താമസിക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ലോൺ എടുക്കാൻ പറ്റി. അങ്ങനെ ലോൺ എടുത്ത് ഞങ്ങൾ എക്സ്റ്റൻഷൻ ചെയ്തു, മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോർ എടുത്തു. അപ്പോൾ ഒരു വലിയ എമൗണ്ട് ഞങ്ങൾക്ക് ബാങ്കിൽ അടയ്ക്കേണ്ടി വന്നു. അതിനുശേഷം ഹസ്ബൻഡ് 15 മാസത്തോളം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സ്വർണം പണയം വെച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത ബാങ്ക് ലോണും വീട്ടിലെ കാര്യങ്ങളും അതുപോലെ കുട്ടികളുടെ ഫീസ് അതൊക്കെ ഇങ്ങനെ നടന്നു. ഹസ്ബൻഡ് ജോലിക്ക് പോയി എങ്കിലും ഞങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള പൈസ നമുക്ക് കിട്ടിയിരുന്നില്ല. ഈ ലോൺ അടയേണ്ടത് കൊണ്ട് നമ്മൾ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടോടെയാണ് കുറേ നാളുകൾ കടന്നു പോയത്. ഒത്തിരി വിഷമിച്ച് പോയ കുറേ കാലങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 2023 ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഉടമ്പടി എടുക്കണം എന്ന്. അങ്ങനെ ഞാൻ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ആദ്യത്തെ നിയോഗം വെച്ചത് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റിത്തരണമെന്നായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത ആദ്യ മാസം തന്നെ ഹസ്ബൻഡിന് നല്ലൊരു കമ്പനിയിലേക്ക് കയറുകയും ഉയർന്ന പേയ്മെൻറ്റ് നൽകി ജോലി ലഭിച്ചു. അധികം താമസിക്കാതെ 1 മാസം ആ കമ്പനിയിൽ ജോലി ചെയ്തു, ആ ഷിപ്പിൽ ജോലി ചെയ്തു. ഉടൻ തന്നെ നെക്സ്റ്റ് മന്ത് ആയപ്പം ആ കമ്പനിയുടെ തന്നെ വേറൊരു ഷിപ്പിലേക്ക് ഹസ്ബൻഡിനെ മാറ്റി അവിടെ അതിനേക്കാളും ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യമാണ്. കുഞ്ഞിൻ്റെ 2 കൈകളുടെ മടക്കുകളിലും നിറയെ കുരുക്കൾ വന്നിട്ട് കുഞ്ഞിന് അസ്വസ്ഥതയായിരുന്നു, ചൊറിച്ചിലും അസ്വസ്ഥതയും. ഞങ്ങൾ പൊടിയും ഓയിൽമെൻറ്റൊക്കെ പുരട്ടിയെങ്കിലും അതിൽ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും മോന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഉടമ്പടി തൈലം ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി മോൻ്റെ കയ്യിൽ പുരട്ടിയ ആദ്യത്തെ ദിവസം തന്നെ അതിൽ നല്ല കുറവ് തോന്നി. അപ്പം തന്നെ മോൻ പറഞ്ഞു, അമ്മ എന്നെ മാറി, എനിക്ക് എൻ്റെ നന്നായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു ദിവസം കൂടെ നമ്മളത് വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സാധാരണ സ്കിന്ന് പോലെയായി, ഒരു പ്രശ്നവും ഇല്ലാതെ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു. അതാണ് ഒരു സാക്ഷ്യം. പിന്നെ മോളുടെ സാക്ഷ്യമാണ് അത്. മോൾ കുഞ്ഞുനാളിൽ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ ഷൂ ഇടുമ്പോഴേക്കും മോൾക്ക് കാലിൽ ആണി രോഗമുണ്ടാവും, ഇങ്ങനെ വരുമായിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഷൂ ഇട്ടുകൊണ്ട് പോകുക മോൾക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമായിരുന്നു, വേദനയാണ്. അങ്ങനെ സ്കൂളിൽ ടീച്ചേഴ്സാണേലും കുട്ടികളാണേലും ഷൂ ഇടാതെ വരുമ്പോൾ ഇങ്ങനെ തിരക്കുന്നതൊക്കെ മോൾക്ക് മാനസികമായിട്ട് ഒരുപാട് മോൾ ബുദ്ധിമുട്ടിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഞാനൊരു സാക്ഷ്യം കണ്ടു. അസംബ്ലിയിൽ ഷൂ ഇട്ടുകൊണ്ട് മോൾക്ക് ക്ലാസ്സിൽ പോകുമ്പം ഷൂ ഇടുന്നില്ലെങ്കിലും മോൾ അസംബ്ലിയിൽ പ്രയർ സോങ് പാടുന്നുണ്ട്. അപ്പോൾ അതിന് കയറുന്ന ദിവസങ്ങളിൽ മോൾക്ക് ഷൂ കമ്പൽസറിയാണ്. അങ്ങനെ ഇട്ടുകൊണ്ട് പോകുമ്പോഴേക്കും മോൾക്ക് കാലിൽ വേദന ഉണ്ടാകാറുണ്ട്. അങ്ങനെ 2023 ഓഗസ്റ്റിൽ ഞാൻ ഉടമ്പടി എടുത്തത്. ആ സമയത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം കുഞ്ഞിൻ്റെ ഒരു സാക്ഷ്യങ്ങൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു വട്ടം ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേൾക്കാനിടയായി. അതായത് അവരുടെ കാലിൽ ആണിരോഗം ഉണ്ടായിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടി, വർഷങ്ങളായിട്ടുള്ള ആണിരോഗമാണ്. അവർ വിശുദ്ധ തിരി ഉരുക്കി ഒഴിച്ച് ആ ആണിയിലേക്ക് ഒഴിച്ചപ്പോൾ അത് അടർന്നു പോയി അവർക്ക് സൗഖ്യം ലഭിച്ചു എന്നുള്ള ഒരു വലിയ സാക്ഷ്യം കണ്ടപ്പോൾ എനിക്ക് മോൾക്കും അതുപോലെ ചെയ്താൽ മാറുമെന്ന് ഞാൻ കരുതിയിട്ട്
മോളുടെ കാല് ആ സമയത്ത് ശരിക്കും ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ കണ്ടാൽ ഒരു പേടിക്കുന്ന പോലെ ഇരിക്കുന്ന ഒരു സമയത്ത് കുഞ്ഞ് ഉറങ്ങുമ്പോൾ മാത്രമേ ഞാൻ തൊടാറുള്ളൂ. അങ്ങനെ ഉറങ്ങിക്കിടന്നപ്പോൾ ഞാനിങ്ങനെ തിരിയൊക്കെ എടുത്തു വെച്ച് കത്തിച്ച് ഒഴിക്കാമെന്ന് കരുതിയിട്ട് എൻ്റെ മനസ്സിൽ പറ്റിയില്ല. കുഞ്ഞിന് നൊന്താലോ വേദനിച്ചാലോ എന്ന് ഞാൻ കരുതി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ കാലിൽ ഉരുക്കി ഒഴിക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ എണ്ണ പെരട്ടി മാതാവിൻ്റെ തൈലം പെരട്ടി പ്രാർത്ഥിച്ചോളാം എന്ന് കരുതി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലം അവൾ ഉറങ്ങുന്ന സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 3 ആഴ്ചയോളം ഞാൻ ഇങ്ങനെ ചെയ്തു. ഇടയ്ക്ക് ഇവള് അസംബ്ലിയിൽ കയറുമ്പോൾ ഷൂ ഇടുന്നത് കൊണ്ട് വീണ്ടും അത് വരും, വീണ്ടും അത് പൂർണ്ണമായിട്ടും മാറും. അങ്ങനെ ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അത് പൂർണ്ണമായിട്ടും മാറി. പിന്നെ അത് എപ്പോഴാണ് വന്നിട്ടേ ഇല്ല. പിന്നെ അടുത്ത വർഷമായി 2 വർഷമായിട്ട് കുഞ്ഞ് ഷൂ ഉപയോഗിച്ച് തന്നെയാണ് സ്കൂളിൽ പോകുന്നത്. പിന്നെ നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ബുദ്ധിമുട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ അത് പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. ഹസ്ബൻഡിൻ്റെ ഒരു എക്സാം, ഒരു സെക്കൻഡ് എഞ്ചിനീയറിൻ്റെ എക്സാം പാസ്സാകുന്നതിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്, അത് ഹസ്ബൻഡ് പറയും. ഈ കൊറോണ സമയത്ത് ഞാനൊരു കോഴ്സ് ചെയ്തല്ലോ, ഈ 4 മാസം. അതിൻ്റെ റിട്ടേൺ എക്സാം ഞാൻ 2 അറ്റംപ്റ്റിലാണ് പാസ്സാകാൻ പറ്റിയത്. അത് കഴിഞ്ഞിട്ട് ഇത് ഉടമ്പടി പുതുക്കിയപ്പോഴത്തേക്ക് ഓറൽ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിയോഗം വെച്ചിരുന്നു വൈഫ്. അപ്പം ഞാൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് നല്ലപോലെ പ്രാർത്ഥിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുത്തു. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നല്ല ഈസി ആയിരുന്നു. പക്ഷേ എനിക്ക് 3 പേപ്പർ മാത്രമേ കിട്ടിയുള്ളൂ, ഒരെണ്ണം കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എക്സാം ബുക്ക് ചെയ്തിട്ട് ഞാൻ ഷിപ്പിൽ ജോയിൻ ചെയ്ത് 1 മാസത്തേക്ക് ജോയിൻ ചെയ്ത്. അപ്പം കറക്റ്റ് ഡേറ്റ് ആകുമ്പോഴത്തേക്ക് എക്സാമിന് വിടാമെന്നുള്ളൊരു കണ്ടീഷനിൽ ജോയിൻ ചെയ്ത് കറക്റ്റ് ഡേറ്റ് ആയപ്പോൾ എന്നെ എക്സാമിന് വിട്ട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ ചെന്നപ്പം ആദ്യം ഞാൻ അറ്റൻഡ് ചെയ്തപ്പോഴും അപ്പോൾ ഓൺലൈൻ അറ്റൻഡ് ചെയ്തപ്പം എന്നെ ഗൈഡ് ചെയ്തതിൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞൊന്നും ഇട്ടില്ലായിരുന്നു, നമ്മൾ എക്സാമിന് പോകുമ്പോഴത്തേക്ക് ടൈ ഒക്കെ കെട്ടിയാണ് ചെല്ലേണ്ടതെന്ന്. അപ്പം ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അവിടുത്തെ എക്സാമിനർ എന്നോടൊന്നും ചോദിച്ചില്ല എന്താ ടൈ കെട്ടാത്തോ, അവരൊന്നും ചോദിച്ചില്ല. അപ്പം ആ ഒരു ഇതിൽ തന്നെ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും ടൈ ഒന്നും കെട്ടാതാണ് അറ്റംപ്റ്റ് ചെയ്തത്. ഓൺലൈൻ എക്സാമാണ്. അപ്പോൾ ആ അതിൽ വന്ന ഒരു എക്സാമിനർ എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ഫയർ ചെയ്ത്. അത് കേട്ട് കഴിഞ്ഞപ്പം ഞാനൊരു 0 ആയി മാറി. ഞാൻ പഠിച്ചതും എല്ലാം മറന്നുപോയി, എനിക്കൊന്നും അറിയത്തില്ല. അത് എക്സാമിൽ എന്തൊക്കെ എന്നോട് ചോദിച്ചെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എന്തെന്നൊക്കെ പറഞ്ഞെന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ എക്സാം ഒരു അരമണിക്കൂർ കാണും, ഒരു 10-20 ക്വസ്റ്റ്യൻ ചോദിക്കും. അരമണിക്കൂർ അത് ഞാനിങ്ങനെ വെറും ബ്ലൈൻഡായിട്ട് എന്തൊക്കെയോ ആ ഒരു സമയം എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് അവർ പറയും ക്വിറ്റ് ആകാൻ പറയും, എക്സിറ്റ് ആകാൻ പറയും. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ പറയും. അപ്പം ആ സമയത്ത് ഈ എക്സാമിനേഴ്സ് ഡിസൈഡ് ചെയ്യും ഇവനെ പാസ്സാക്കണോ വേണ്ടതെന്ന്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ 5 മിനിറ്റ് അപ്പം ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു പ്രതീക്ഷയൊന്നുമില്ല, ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ക്വസ്റ്റ്യൻ പോലും ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലെല്ലാവരും മുട്ടുമേന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ ഉടമ്പടിയുടെ കാശുരൂപം എൻ്റെ കയ്യിലാണ്. ഞാൻ ആ കാശുരൂപത്തെ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, മാതാവേ നാണം കെടുത്തരുതെന്ന് പറഞ്ഞു. ഈ നാണം കെടുത്തരുതെന്ന് പറഞ്ഞത് ആരുടെ മുന്നിലാന്ന് ഇന്നും എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞ് ഞാൻ ജോയിൻ അവർ റീജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് അതിൽ. അപ്പം സാധാരണ എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റിൽ അവർ റീജോയിനിങ് നമ്മളെ നമ്മുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഫെയിലാണോ അതോ പാസ്സാണോ എന്ന് അവർ പറയും. പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് അവർ നെക്സ്റ്റ് ആളുടെ എക്സാമിലേക്ക് പോകത്തുള്ളൂ. പക്ഷേ എൻ്റെ കേസിൽ വന്നപ്പോഴത്തേക്ക് അവർ നെക്സ്റ്റ് ആളിൻ്റെ എക്സാം എടുത്തതാണോ അതെനിക്ക് നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് ജോയിനിങ് തന്നത്. അപ്പം ഞാൻ അവർ ജോയിനിങ് തന്നിട്ട് എന്നോട് പറഞ്ഞ് നീ പാസ്സായെന്ന് പറഞ്ഞു. അപ്പം പാസ്സായെന്ന് പറഞ്ഞപ്പം ദൈവം എന്നെ കാണിച്ചു തരുമായിരുന്നു, നിൻ്റെ കഴിവുണ്ടല്ല, ഇതൊക്കെ എൻ്റെ ദാനമാണ്. ഇങ്ങനെയൊക്കെ എന്നെ നടത്തുന്ന ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അൽഫിയ, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ സ്കൂളിൽ പാട്ട് കോമ്പറ്റീഷനൊക്കെ പാടാറുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെയായിട്ടും ഫസ്റ്റൊന്നും കിട്ടിയിട്ടില്ല. അമ്മച്ചി ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി കാശുരൂപവും ഉപ്പുമൊക്കെ ആയിട്ട്
ഇൻ്റർ സ്കൂൾ 10-15 സ്കൂളുള്ള സിംഗിങ് കോമ്പറ്റീഷന് പോയി. അവിടെ എനിക്ക് ഫസ്റ്റ് കിട്ടുകയും 2 വർഷം അടുപ്പിച്ച് എനിക്ക് ഫസ്റ്റ് കിട്ടി. അതുപോലെ തന്നെ എനിക്ക് ഫൊറോനയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് കിട്ടി. അതുപോലെ തന്നെ അതിരൂപതയിൽ പോകാനുള്ളൊരവസരവും കിട്ടി. അതിരൂപതയിൽ എനിക്ക് 3rd കിട്ടുകയും ചെയ്തു. എൻ്റെ അനിയനും പാട്ട് പാടും. അവന് ഈ വർഷം ഫൊറോനയിൽ ഫസ്റ്റ് കിട്ടുകയും അതിരൂപതയിൽ 2nd കിട്ടുകയും ചെയ്തു. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 എനിക്ക് സെലക്ഷൻ കിട്ടിയിരുന്നു. 1000 കുട്ടികളിൽ നിന്നും 37 പേര് വരെയുള്ളതിനകത്ത് ഞാൻ സെലക്റ്റായി. ഇപ്പോൾ ഞാൻ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 ഒരു കണ്ടസ്റ്റൻ്റാണ്. ഇനിയും ഈശോയും പരിശുദ്ധമ്മയും എനിക്ക് 1000 അനുഗ്രഹം തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും 1000 നന്ദി. കാരുണ്യ പ്രവർത്തികളായിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്നോട് ആര് സഹായം ചോദിച്ചാലും കഴിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ പാവപ്പെട്ടവർക്ക് തുണി ഒക്കെ ചോദിച്ച് വരുന്നവർക്ക് തുണികൾ നൽകാറുണ്ട്. ശാന്തി ഭവനിൽ നമ്മൾ വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ കഴിഞ്ഞ ഡിസംബർ 11 എൻ്റെയും മോൻ്റെയും ബർത്ത്ഡേ ആയിരുന്നു. അന്ന് ഞങ്ങൾ അവരോടൊപ്പം കേക്ക് കട്ട് ചെയ്യുകയും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഹസ്ബൻഡ് നാട്ടിലുള്ള സമയത്ത് നമ്മളിവിടെ വന്ന് 3 കെട്ട് പത്രം വാങ്ങുകയും ദൂരെ ഓരോ സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പരിചയമില്ലാത്ത ഓരോ സ്ഥലങ്ങളിൽ പോയി ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ അടുത്തുള്ള അക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് ഞാൻ പത്രം വാങ്ങി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനം എല്ലാം ഓൺലൈനായിട്ട് കൂടാറുണ്ട്. സാക്ഷ്യങ്ങൾ ഡെയിലി പണ്ടൊന്നും ഞാനൊന്നും അങ്ങനെ അധികം കേൾക്കില്ലായിരുന്നു. ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് 6-7 സാക്ഷ്യങ്ങളൊക്കെ വെച്ച് ചെയ്യും. അതുപോലെ പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും, അല്ലെ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന, അതുപോലെ മനസ്താവ പ്രകരണം, അങ്ങനെ എപ്പോഴും എന്തെങ്കിലും പ്രാർത്ഥനകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് ഓരോ പണികൾ വീട്ടിലൊറ്റയ്ക്കാകുമ്പോൾ ചെയ്യുന്ന പണികളിലെല്ലാം പ്രാർത്ഥനകൾ ചെയ്യാനായിട്ടൊക്കെ ഉള്ള അനുഗ്രഹം കിട്ടിയത് പ്രാർത്ഥനയോടുകൂടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് ഉള്ളിൽ വരുന്നത്. അങ്ങനെ ഒരവസരം ഉണ്ടായത് തന്നെ ഈ ഉടമ്പടിയിലായതുകൊണ്ട് മാത്രമാണ്. അതുപോലെ ബൈബിൾ വായന രാവിലെയും ആദ്യം ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ രാവിലെ വൈകിട്ടും കറക്റ്റായിട്ട് വായിക്കുമായിരുന്നു. ഇടയ്ക്ക് ഉടമ്പടിയിൽ ഉഴപ്പി ബൈബിൾ വായന ഇടയ്ക്ക് നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് കുറവ് നികത്താൻ വേണ്ടി വായിക്കും. അല്ലെങ്കിൽ ഞാൻ ഓഡിയോ പണി ചെയ്യുന്ന സമയത്ത് ഓഡിയോ ഇടും, ബൈബിൾ ഉറക്കെ ഇട്ടിട്ട് ഞാൻ എൻ്റെ പണികൾ ചെയ്യും. അങ്ങനെയൊക്കെ എപ്പോഴും ദൈവവചനം കേൾക്കുക, അങ്ങനെ കൂടുതൽ സമയം ഞാൻ കണ്ടെത്താൻ തുടങ്ങിയത് ഉടമ്പടിയിലായതിനു ശേഷമാണ്. അങ്ങനെ ആത്മീയമായിട്ട് ഉയർന്നത് ഈ ഉടമ്പടി ജീവിതത്തിലാണ്. ഇനിയും അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇതിലും കൂടുതൽ മാതാവിലും ഈശോയിലും ജീവിതം അർപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇനിയും തമ്പുരാൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 47-ാം അധ്യായം 6-ാം തിരുവചനം. 10,000ങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിൻ്റെ കിരീടം അണിയിച്ചു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു. ജോയമ്മയും ജോസുകുട്ടിയും അവരുടെ കുടുംബത്തോടൊപ്പം വന്ന് ഇവിടെ വലിയ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൽത്താരയിൽ ഏറ്റുപറഞ്ഞത്. ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ അത്ഭുതങ്ങളും തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലോടുകൂടി ഒരു എയർലിഫ്റ്റഡ് സാക്ഷ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഉടമ്പടി കണ്ടൻറ്റുകളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുള്ള ഒരു വലിയ സാക്ഷ്യമാണിത്. ഇവരുടെ ആദ്യമായി ജോസഫ് അച്ഛനെ കാണുവാൻ ഇവർ വളരെ ദൂരം സഞ്ചരിച്ച് ജോസഫ് അച്ഛനെ കണ്ട ഉടനെ തന്നെ അദ്ദേഹത്തിന് മെർച്ചൻ്റ് നേവിയിലേക്ക് പ്രൊമോഷൻ കിട്ടിയതായി, ജോലി ലഭിച്ചതായി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഓരോ എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും അദ്ദേഹത്തിനുണ്ടായ തടസ്സങ്ങളും ജീവിതത്തിൽ ഒരു വലിയ ബിഗ് സീറോ ആയി നിന്നപ്പോഴാണ് ഈശോ അദ്ദേഹത്തെ എടുത്തുയർത്തിയത്. അദ്ദേഹം തന്നെ ഏറ്റുപറയുന്നു, ഉടമ്പടി കാശുരൂപം, നമുക്കറിയാം ഉടമ്പടി കാശുരൂപം പരിശുദ്ധ അമ്മയുടെ ജീവനുള്ള സാമീപ്യമാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു അനുഭവമാണ് ഉടമ്പടി കാശുരൂപം നാം മുറുകെ പിടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. ജോസുകുട്ടി എന്ന സഹോദരൻ ഉണ്ടായത് മുതൽ തന്നെയാണ് എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, ഈ ജോലി എനിക്കിനി ലഭിക്കുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിലാണ്.
അദ്ദേഹത്തെ ഈശോ എടുത്തുയർത്തിയ ഒരു വലിയ സാക്ഷ്യം അദ്ദേഹം തന്നെ വളരെ സന്തോഷത്തോടുകൂടി വളരെ കണ്ണു നിറഞ്ഞുകൊണ്ട് അദ്ദേഹം ഏറ്റെടുത്ത് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തിൽ മക്കളുടെ എല്ലാ അനാരോഗ്യങ്ങളിലും അസ്വസ്ഥതകളിലും ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് അവർക്ക് സൗഖ്യം ലഭിച്ചതായി അവർ ഏറ്റുപറയുന്നു. മക്കളുടെ ജീവിതത്തിലെ വലിയ വലിയ ഉയർച്ചകൾ അവർക്ക് പാട്ടുപാടുവാനും അവരുടെ സെലക്ഷൻ ഇന്ന് വോയിസ് ഗുഡ്നെസ്സിലേക്ക് അവരെ സെലക്ട് ചെയ്ത് ഇന്ന് 1000 കുട്ടികളിൽ നിന്ന് 37 കുട്ടികളായിട്ടുള്ള ലാസ്റ്റ് എലിമിനേറ്റർ റൗണ്ടിലേക്കാണ് ഇന്ന് ഈ കുഞ്ഞുമോൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമുക്കറിയാം ഗുഡ്നെസ് TV ഈശോയ്ക്ക് വേണ്ടി പാടുന്ന, ഈശോയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു നല്ല ചാനലാണ്. ഈശോയ്ക്ക് വേണ്ടി അവർ ഏറ്റുപറയുമ്പോഴാണ്, നാം ഈശോയുടെ നാമം ഏറ്റുപറയുമ്പോഴാണ് ഈശോ നമ്മെക്കുറിച്ച് ഏറ്റുപറയുന്നത്. പിതാവിൻ്റെ മുമ്പിൽ നമ്മെ ഏറ്റുപറയുവാനുള്ള ഒരു ആസ്തി ഇന്നിവർ സമ്പാദിച്ചിരിക്കുകയാണ്. ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടിയുള്ള, ഈശോയ്ക്ക് വേണ്ടി നാം എന്തെല്ലാം സമ്പാദിക്കുന്നുവോ ആ ആസ്തി നമുക്ക് തന്നെ തിരിച്ചു നൽകുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയാണിത്. ഒരിക്കലും ഈശോ നമ്മെ കൈവിടുകയില്ല. കാരണം നാം ഉടമ്പടിയിലാണ്. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഉടമ്പടി നമുക്ക് ഉറപ്പ് നൽകുന്നത് ഉടൻ പരിഹാരമാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. എന്തെങ്കിലും നാം ഉടമ്പടി ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അനുരഞ്ജനമാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അനുരഞ്ജനം കൂടാതെ അനുഗ്രഹം സാധ്യമല്ല എന്നാണ്. നമുക്കെപ്പോഴും ഈശോയുമായി നമ്മുടെ സഹോദരങ്ങളുമായി അനുരഞ്ജനപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ഉടമ്പടി ഒരിക്കലും രാഗ് ചെയ്യില്ല എന്നാണ് ഈ കുടുംബം നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. ഇവരുടെ ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും യേശുവിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ഐശ്വര്യ TS. ഞങ്ങൾ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ഓമനപ്പുഴയിൽ നിന്നാണ്. എൻ്റെ അമ്മയ്ക്ക് പകരമാണ് ഞാനിന്നിവിടെ സാക്ഷ്യം പറയുന്നത്. ആദ്യമായി 2023 ഡിസംബർ 23-ാം തീയതിയാണ് എൻ്റെ അമ്മ ഉടമ്പടി എടുക്കുന്നത്. ചെറിയ കടങ്ങളുള്ളത് കൊണ്ടായിരുന്നു ഞങ്ങൾ ആ സമയത്ത് ഉടമ്പടി എടുത്തിരുന്നത്. 1 വർഷം വരെ ഉടമ്പടി നല്ലോണം ഞങ്ങൾ കൊണ്ടുപോവുകയും ഞങ്ങളുടെ കടങ്ങളും ബാധ്യതകളും മാറി വരികയും ചെയ്തിരുന്ന സമയം 2025 ഡിസംബർ ആയപ്പോഴാണ് എൻ്റെ പപ്പാക്ക് ഒരു പനി വരികയും പനി വന്നിട്ട് പനി ഒട്ടും വിട്ടുമാറാതാവുകയും ചെയ്ത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്നും മരുന്ന് മേടിച്ച് കഴിച്ചിട്ടും പനി ഒട്ടും വിട്ടുമാറാത്ത അവസ്ഥയായിട്ട് ഞങ്ങൾ ആലപ്പുഴയിലുള്ള ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും മരുന്ന് മേടിക്കുകയും ഡോക്ടറിനെ കാണുകയും ചെയ്തിരുന്നു. ഡോക്ടറിനെ കണ്ടപ്പോൾ ആ സമയത്ത് പപ്പയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞിരുന്നത് പപ്പാക്ക് ഡെങ്കിപ്പനിയോ എലിപ്പനിയോ ആവാനുള്ള ചാൻസ് ഉണ്ട്, വേഗം തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോകണം, വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പിറ്റേന്ന് തന്നെ വണ്ടാനത്ത് പോയി ഡോക്ടറിനെ കണ്ടു. ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് അഡ്മിറ്റ് ആകണം, ഒരാഴ്ച അവിടെ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരാഴ്ച അവിടെ അഡ്മിറ്റ് ആയപ്പോഴത്തേക്കും റിസൾട്ട് വന്നു. റിസൾട്ടിൽ പറഞ്ഞിരുന്നത് ഡെങ്കിപ്പനിയും എലിപ്പനിയൊന്നും ഇല്ല, പക്ഷേ ക്യാൻസറിൻ്റെ ഒരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്, വേഗം തന്നെ കോട്ടയത്ത് പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ കോട്ടയത്തോട്ട് പോയപ്പോഴത്തേക്കും അവർ ഞങ്ങളുടെ പറഞ്ഞത് 90% സെബാസ്റ്റ്യനും ബോഡിയിൽ എല്ലായിടത്തും ആയിപ്പോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വേഗം തന്നെ തിരുവനന്തപുരം RCC പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്നത്തെ ദിവസം വീട്ടിൽ വന്നു. പിറ്റേന്ന് അമ്മ പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോകണം. കൃപാസനത്തിൽ പോയി മാതാവിൻ്റെ അടുക്കെ പ്രാർത്ഥിച്ചു. അച്ഛനെയും കണ്ടിട്ട് വേണം, അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും മേടിച്ചിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് ഇവിടെ വന്നു, പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ചു, അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും മേടിച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിൽ അച്ഛൻ പറഞ്ഞ് കുരിശ് നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും നെറ്റിയിലും ചെവിയുടെ ഇരുവശങ്ങളിലും തൈലം പൂശുകയും ചെയ്തിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞത് നിനക്കൊരു കുഴപ്പവുമില്ല, നിനക്കൊന്നും സംഭവിക്കത്തില്ല, ധൈര്യമായി നീ പൊക്കോളാൻ പറഞ്ഞു. ആ നിമിഷം തൊട്ട് ഞങ്ങളുടെ ഉള്ളിനുള്ളിൽ വളരെയധികം ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടായി. ഞങ്ങളുടെ അപ്പനെ ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങളുടെ ഉള്ളിൽ ഉണരുകയും ഞങ്ങൾ പിറ്റേന്ന് തന്നെ തിരുവനന്തപുരം RCC പോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ തന്നെ അവർ ഞങ്ങളുടെ പപ്പയുടെ ബോൺമാരെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു 3 ദിവസം
സമയമെടുക്കും, അതുവരെ നിങ്ങൾ പുറത്ത് റൂമെടുത്ത് നിൽക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പുറത്ത് റൂമെടുത്ത് നിന്നു. 3-ാമത്തെ ദിവസമായപ്പോഴത്തേക്കും RCCന്ന് ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, വേഗം ഹോസ്പിറ്റലിലോട്ട് വരണം, ബെഡ് ആയിട്ടുണ്ട്, നിങ്ങൾ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ RCCയിൽ പോയി പപ്പേനെ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഡോക്ടർ അമ്മേനെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഡോക്ടറിൻ്റെ റൂമിലോട്ട് വരാൻ പറഞ്ഞു. അപ്പം തന്നെ എൻ്റെ അമ്മ മാതാവിൻ്റെ അടുക്കെ പറഞ്ഞു, എൻ്റെ പരിശുദ്ധ അമ്മ മാതാവേ, ഞാനും എൻ്റെ കുടുംബവും ഉടമ്പടിയിൽ ഇരിക്കുന്നവരാണ്. ഞങ്ങളെ ഒരു കുഴപ്പവും കൂടാതെ, എൻ്റെ പപ്പായ്ക്ക് ഒരു കുഴപ്പവും കൂടാതെ പഴയ പോലെ തന്നെ ഞങ്ങളുടെ പപ്പേനെ ഞങ്ങൾക്ക് തിരിച്ചു നൽകണമേ. അങ്ങനെ നൽകുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന്, കുടുംബമായിട്ട് വന്ന് സാക്ഷ്യം പറയാമെന്ന് മാതാവിൻ്റെ അടുക്കെ നേർച്ച നേർന്നിട്ടാണ് എൻ്റെ അമ്മ ഡോക്ടറിനെ കാണാൻ വേണ്ടി റൂമിൽ കയറുന്നത്. ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് റൂമിൽ കയറി. ഡോക്ടർ അപ്പം തന്നെ അമ്മയുടെ പറഞ്ഞു കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു. അപ്പം അമ്മ ആ ഒരു ടെൻഷൻ്റെ പുറത്ത് അമ്മ പറഞ്ഞു, ഇല്ല വേണ്ട, ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ അമ്മേനെ നോക്കി ചിരിച്ചിട്ട് അമ്മയുടെ പറഞ്ഞു, സെബാസ്റ്റ്യന് 90% ബോഡിയിൽ എവിടെയും ആയി പോയിട്ടില്ല, നമുക്കത് ചികിത്സിച്ച് മാറ്റാവുന്ന കാര്യമേ ഉള്ളൂ. 5 കീമോ ഉണ്ട്, 5 കീമോയും നമുക്ക് എടുക്കണം, ചെറിയൊരു വേരിയേഷൻ മാത്രമേ ബോഡിയിൽ കാണുന്നുള്ളൂ, നമുക്കത് ചികിത്സിച്ചാൽ മാറാവുന്ന കാര്യമുള്ളെന്ന് പറഞ്ഞു. അന്ന് തന്നെ എൻ്റെ അമ്മ അങ്ങനെ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ പപ്പാക്ക് കൊടുക്കുമായിരുന്നു. ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും, ഉപ്പ് വെള്ളത്തിൽ കലർത്തി എൻ്റെ പപ്പാക്ക് കുടിക്കാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിരന്തരം പ്രാർത്ഥനയൊക്കെ ചൊല്ലുമായിരുന്നു. അതിൻ്റെ ഫലമായി 5 ഉടമ്പടിയും ഞങ്ങൾക്ക് ഒരു കുഴപ്പവും കൂടാതെ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റി. പപ്പേനെ ഞങ്ങൾക്ക് വളരെയധികം സൗഖ്യത്തോടെ തിരിച്ചു നൽകുകയും പൂർണ്ണ ആരോഗ്യവനായി ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എൻ്റെ അമ്മ പത്രം വാങ്ങി ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും കൊടുക്കുകയും RCCയിൽ ഇതുപോലെ അസുഖമായി കിടക്കുന്ന എല്ലാവർക്കും പത്രം വിതരണം ചെയ്യുകയും കൃപാസനത്തിനെ പറ്റിയും കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയുടെ അത്ഭുതങ്ങളെ പറ്റിയും അവിടെയുള്ള ആൾക്കാർക്ക് പകർന്നു കൊടുക്കുകയും അവിടെയുള്ളവർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും രോഗം സൗഖ്യമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ഉണ്ടായി. കാരുണ്യ പ്രവർത്തികൾ പാവപ്പെട്ട ആൾക്കാർക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധം ഞങ്ങൾ സഹായങ്ങൾ ചെയ്തിരുന്നു. അവിടെ പാവപ്പെട്ടവരായി കിടക്കുന്ന അസുഖങ്ങളായി കിടക്കുന്നവരെ ഞങ്ങൾ പൈസ കൊടുത്ത് സഹായിക്കുകയും അവരെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധം ഞങ്ങൾ സഹായിക്കുകയും ചെയ്തിരുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ രോഗം എന്നിൽ നിന്ന് മാറ്റി തന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി, എൻ്റെ കുടുംബത്തിന് 1000 നന്ദി. ജീവിതകാലം മുഴുവനും ഞാൻ ഇല്ലെന്ന് പോകുന്ന ഭൂമിയിൽ പരിചയം തിരിച്ചു പോയതാണ് ഞാൻ. എനിക്ക് തിരിച്ചു കിട്ടിയ എൻ്റെ അനുഗ്രഹം എൻ്റെ അമ്മ ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി എൻ്റെ കുടുംബം സമർപ്പിക്കുന്നു. യോഹന 2 എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ, അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ എത്തി. ഐശ്വര്യ എന്ന ഈ മകൾ തൻ്റെ അപ്പനുണ്ടായ ക്യാൻസർ രോഗത്തെക്കുറിച്ചും അതിൻ്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ചും ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലേക്ക് ഏറെ പ്രത്യാശയോടെ അണഞ്ഞതും അച്ഛൻ ഒരു കുഴപ്പവുമില്ല, സൗഖ്യം പ്രാപിക്കുമെന്ന് പ്രത്യാശയോടുകൂടി പ്രാർത്ഥിച്ച് കാശ്രൂപം കൊടുത്ത് തൈലം പൂശി ബലപ്പെടുത്തി മകനെ തിരികെ അയക്കുന്നതും കോട്ടയത്ത് ശരീരം മുഴുവനും 90% ക്യാൻസർ പടർന്നുപോയി ഏറെ ക്ലേശാവസ്ഥയിലാണ് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നിന്നും RCCയിൽ ചെന്ന് 3 നാൾ കഴിയുമ്പോൾ, അച്ഛനെ കണ്ടിട്ടാണ് RCCയിൽ ചെന്ന് 3 നാൾ കഴിയുമ്പോൾ 90% ശരീരത്തിലെങ്ങും ക്യാൻസർ ഇല്ല, വളരെ നിസ്സാരമായി ചികിത്സിച്ച് മാറ്റാവുന്ന അണുക്കളെ ശരീരത്തിലുള്ളൂ, അതുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന പ്രത്യാശയോടുകൂടിയാണ് ഈ സഹോദരനെ അവിടെ സ്വീകരിക്കുന്നത്. കുടുംബം ഓരോ തവണയും പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ, ആകെ ജീവിതം മരവിച്ചു നിൽക്കുന്ന നിമിഷങ്ങളിൽ ഓരോ അവസരത്തിലും വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലുള്ള ശരണത്തെ കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സഹോദരന് വേണ്ടി എങ്ങനെ ജീവിച്ചുവെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. കോട്ടയത്ത് നിന്ന് അതീവ ഗുരുതരാവസ്ഥയെന്ന് പറയുമ്പോൾ നേരെ ഓടി കൃപാസനത്തിൽ വന്ന് അമ്മയുടെ അരികിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് മകനെ ഏൽപ്പിച്ചു കൊടുത്തത്. അച്ഛൻ്റെ പ്രാർത്ഥനാപരത്തിലും ദൈവസന്നിധിയിലുള്ള പ്രത്യേകമായ കൃപയിലും ശുദ്ധിയിലും അച്ഛൻ മകന് വേണ്ടി പ്രാർത്ഥിച്ച് ശൈത്യഭൂഷ് ബലപ്പെടുത്തി അമ്മയിൽ നിന്നും ഈശോയിൽ നിന്ന് ലഭിച്ച സന്ദേശം
നിനക്കൊരു കുഴപ്പവുമില്ല, സൗഖ്യപ്പെടുമെന്ന സന്ദേശം കൈമാറിയാണ് മക്കളെ ഈ ആലയത്തിൽ നിന്നും പുറത്തേക്ക് വിടുന്നത്. വീണ്ടും ആശുപത്രിയിൽ RCCയിൽ അവരെ പരിശോധനയ്ക്ക് ശേഷം തിരികെ വിളിക്കുമ്പോൾ എന്തും പറയാവുന്ന സാഹചര്യത്തിൽ അമ്മ മാതാവിനോട് ജീവിത പങ്കാളി പറയുന്ന വാക്കുകളും എൻ്റെ പങ്കാളിയെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ പൂർണ്ണമായും എനിക്ക് തിരിച്ചു തരണം എന്ന് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താണ് ഡോക്ടറിന്റെ വാക്കുകൾ കേൾക്കുവാൻ വേണ്ടി മുറിയിലേക്ക് പ്രവേശിച്ചതെന്നും സൂചിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ തകർന്നു പോകുന്ന നിമിഷങ്ങളിൽ, നാം ഇല്ലാതാകുന്നുവെന്നറിയുന്ന നിമിഷങ്ങളിൽ നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൽ ശരണപ്പെടുവാനും ദൈവം മതിയായവനെന്ന് ആഗ്രഹത്തോടും വിശ്വാസത്തോടും കൂടി നമുക്ക് പറയുവാനും സാധിക്കുമോ? അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആസ്തിയും മാറ്റും അളക്കപ്പെടുന്നത്, കാതലളക്കപ്പെടുന്നത്. അല്ലെങ്കിൽ നാം ഒരു പ്രതിസന്ധിയും പരാജയവും ജീവിതത്തിൽ തകർച്ചയും വരുമ്പോൾ ഉടഞ്ഞു പോകുന്നവരായി, വേഗം മനസ്സിടിയുന്നവരായി, ദൈവത്തെപ്പോലും വിശ്വാസമില്ലാതെ ഉപേക്ഷിച്ചു പോകുന്നവരായി നാം മാറുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസം അത് വളരെ ഷാലോയാണ്. അത് കാറ്റൂതുമ്പോൾ തകർന്നു പോകുന്ന മണൽപ്പുറത്തെ ഭവനം പോലെ വളരെ ബലഹീനമായതാണ്. നമ്മോട് ആവശ്യപ്പെടുക, നിന്റെ ജീവിതത്തിന്റെ ക്ലേശനാളുകളിൽ നിന്നെ വിശ്വാസം പരിശോധിക്കുന്ന, പരിശോധിക്കപ്പെടുന്ന നിന്റെ ദിവസങ്ങളിൽ എത്ര കണ്ട് ജോബിനെ പോലെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി, സ്തെഫാനോസിനെ പോലെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നിന്റെ ആത്മാവിനെയും ജീവിതത്തെയും കൊടുക്കുവാൻ നിനക്ക് സാധിക്കുമെന്നാണ്. ശരിക്കും ഈ ജീവിത പങ്കാളി കൃത്യമായും അമ്മ മാതാവിൻ്റെ ശരണപ്പെട്ട മനസ്സോടുകൂടി ഉടമ്പടിയിൽ ഉറച്ചു വിശ്വസിച്ച് ആ രോഗത്തിൻ്റെ മുഴുവൻ നാളുകളിലും എന്താണോ വിശ്വാസത്തിൽ ചെയ്യാനാവുന്നത് അത് മുഴുവനും ചെയ്തു കൊടുത്ത് തൻ്റെ ഭർത്താവിനെ നേടിയതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ദൈവം നമുക്കെല്ലാത്തിനും മതിയായവനാണ്. നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ടും വിചാരം കൊണ്ടും ഉത്തരമില്ലാത്തതെല്ലാത്തിനും ദൈവസന്നിധിയിൽ നമുക്ക് ഉത്തരമുണ്ട്. അവൻ നമ്മളെ കാണുന്നു. ജീവൻ മരവിച്ചു പോകുമ്പോഴും അവൻ്റെ ആലയത്തിലേക്ക് കണ്ണീരോടെ നിങ്ങൾ പ്രാർത്ഥന ഉയർത്തുമെങ്കിൽ അവൻ കരം പിരിച്ചനുഗ്രഹിക്കുകയും ചെവി ചായ്ച്ച് കൂടെ വരികയും നിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങൾക്കും സഹോദരൻ ലഭിച്ച രോഗസൗഖ്യത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം പ്രത്യക്ഷപ്പെട്ട ഈ തിരുസന്നിധിയിൽ കൃപാസനത്തിലെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുവാൻ ഇയാൾ തരുന്ന നന്ദി പറയാൻ സാധിച്ചതിന് ഞങ്ങൾ കുടുംബത്തോടെ നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻ്റണി, എൻ്റെ വൈഫ് ഐറിൻ, എൻ്റെ മകൾ മറിയം. മാതാവ് തന്ന സാക്ഷ്യം ഞങ്ങൾ ഓരോന്ന് പറയുന്നതാണ്. ആദ്യമായി എൻ്റെ ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയാണ്. 2018 മാതാവിൻ്റെ പ്രാർത്ഥനയാൽ അമ്മ പ്രാർത്ഥിച്ച ഫലമായി എനിക്ക് വിദേശത്ത് ജോലി കിട്ടി. ഇപ്പോൾ കറൻ്റ് ഞാൻ UK-യിലാണ്. ആദ്യം ദുബായിലേക്ക് പോയതും UK-യിലേക്ക് പോയതും ഉടമ്പടിയിലൂടെ എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു. കൃപാസന മാതാവിൻ്റെ പരിശുദ്ധയുടെ സഹായത്താലാണ് ഞങ്ങൾക്ക് വിദേശത്ത് പോകാനും അവിടെ വർക്ക് ചെയ്യാൻ സാധിച്ചത്. ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് 2021 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞ് 2 വർഷമായിട്ട് കുട്ടികളുണ്ടായില്ല. 2023 വൈഫ് കൺസീവായി 5 months വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സ്കാനിങ്ങും അനോമൽ സ്കാനും എല്ലാം നോർമലായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് 5 months ആയപ്പോൾ കുഞ്ഞിനെ അനക്കില്ലാതെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അത് മിസ്കാരേജ് ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. 2023 ജൂലൈയിൽ ഉടമ്പടി എടുത്തു. മാതാവിൻ്റെ കൃപാസനം, മാതാവിൻ്റെ പ്രാർത്ഥനയിലും ഉടമ്പടിയിലായി. ഉണ്ണീശോയുടെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ 2024 ഫെബ്രുവരിയിൽ വൈഫ് പിന്നെയും കൺസീവായി. ഞങ്ങളിപ്പോൾ UK-യിലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് കാരണം എന്താണെന്ന് അറിയുന്നില്ലായിരുന്നു ലാസ്റ്റ് സ്റ്റിൽ ബർത്തിൻ്റെ. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ കൂടുതൽ കൺസേൺ ആയിട്ട് ആസ്പിരിൻ സ്റ്റാർട്ട് ചെയ്തു, ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു പ്രിക്കോഷൻസ് ആയിട്ട്. അതോടൊപ്പം അവൾക്ക് 4 months ആയപ്പോൾ അവൾക്ക് GDM ഡയഗ്നോസ് ചെയ്ത്, ജസ്റ്റേഷൻ ഡയബറ്റീസ്. അപ്പോൾ അതിനുള്ള മെഡിക്കേഷൻസ് എടുക്കേണ്ടതായിരുന്നു. ഞങ്ങൾ ആ കാലഘട്ടത്തിലേക്കും ഭയങ്കര ടെൻഷനിലായിരുന്നു. പക്ഷേ മാതാവിൻ്റെ മാതാവിൻ്റെ ഉടമ്പയിലായതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പും കുടുംബ പ്രാർത്ഥനയുടെ ഇടയിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഇടയിലും വൈഫിൻ്റെ വയറ്റിൽ ഞങ്ങൾ മാതാവിൻ്റെ തൈലവും
എല്ലാ ഭക്ഷണത്തിലും ഉപ്പ്, മാതാവിൻ്റെ തരി ഉപ്പ് ഇട്ട് ഞങ്ങൾ സ്ഥിരം പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവിൻ്റെ കൃപയാൽ 2024 ഒക്ടോബർ 6 ഞങ്ങൾ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ആ കുഞ്ഞിന് ഞങ്ങൾ മറിയം എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് അനുഗ്രഹം. ഇത്ര വലിയ അനുഗ്രഹം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ അനുഗ്രഹം, ഞങ്ങൾ ഈ ലാസ്റ്റ് വീക്ക് ഇവിടേക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഡിസംബർ 27 ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വാവയ്ക്ക് ഫ്ലൂ വന്ന് പോസിറ്റീവായി. ഇവിടേക്ക് 1-ാം തീയതിയാണ് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടത്. 27 അവൾക്ക് ഫ്ലൂ പോസിറ്റീവായി. ഞങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായി. അവിടുത്തെ റൂൾ അനുസരിച്ച് പ്രത്യേകിച്ച് ഇപ്പോൾ ചിൽഡ്രൻസിനൊക്കെ അവർ ഭയങ്കര ടേക്ക് കെയർ ചെയ്യണം. കാരണം അവൾക്ക് ഹൈ ഗ്രേഡ് ഫീവർ ആയിരുന്നു. 39.9 40 ഡിഗ്രി ഫീവർ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ, ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യണം, ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ്, ആകെ വിഷമത്തിലായി. അപ്പോൾ അവൾ 4 days അവിടെ അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പോൾ അന്നേ 4 ദിവസം അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടമ്പടിയിലായിരിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ ദിവസവും മാതാവിൻ്റെ തൈലവും ഉപ്പിട്ട് ഞങ്ങൾ വാവയുടെ മേത്ത് എല്ലാം ദേഹത്തെല്ലാം പുരട്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. സെക്കൻഡ് ഡേ ഇപ്പോൾ ഫീവർ കുറയുന്നുണ്ടായില്ല. അപ്പോൾ ഡോക്ടേഴ്സ് ബ്ലഡ് കൾച്ചറിന് വിട്ടപ്പോൾ അതിൽ 14 hours ഒരു ചെറിയ ഗ്രോത്ത് കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെയും ടെൻഷനായി. അപ്പോൾ ആൻറ്റിബയോട്ടിക് അവർ എയർലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടെങ്കിൽ അവർ ആൻറ്റിബയോട്ടിക്സ് കണ്ടിന്യൂ ഒരു 5 അല്ലെങ്കിൽ 7 days എടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആഘോഷമായി, മീൻസ് ഞങ്ങൾക്ക് വരണം, ഇങ്ങോട്ട് ട്രാവൽ ചെയ്യണം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് കരങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നേർച്ച വസ്തുക്കളായിട്ട് മാതാവിൻ്റെ തൈലവും ഉപ്പും വാവയ്ക്ക് ഇട്ട് കൊടുക്കണ ഭക്ഷണത്തിൽ ഉപ്പിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും കൊടുത്തായിരുന്നു 4 നേരം. അതോടൊപ്പം നെറ്റിയിൽ തൈലം പൂശുമായിരുന്നു. അതിൻ്റെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തലേ ദിവസം ഡോക്ടർ വന്ന് പറഞ്ഞു കൾച്ചറിൽ അത് കണ്ടാമിനേറ്റഡ് ആയിരുന്നു, ഗ്രോത്ത് ഇല്ല. ആൻറ്റിബയോട്ടിക് അവർ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. ഡോക്ടർ ആദ്യം പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, റിസ്ക്കാണ്, കൊച്ചിനെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നത്. സെയിം ഡോക്ടർ തന്നെ വന്ന് തലേ ദിവസം പറഞ്ഞു ബ്ലഡ് കൾച്ചർ നോർമലാണ്, ഗ്രോത്ത് ഇല്ല, ജസ്റ്റ് അതൊരു കണ്ടാമിനേഷൻ മാത്രമായിരുന്നു. അങ്ങനെ ഡോക്ടർ ഞങ്ങളെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. തലേ ദിവസം ഒരു 8 o'clock 9 o'clock ഡിസ്ചാർജ് ചെയ്ത് പിറ്റേ ദിവസം ഞങ്ങൾ ട്രാവൽ ചെയ്ത് മാതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് എത്താൻ സാധിച്ചു. ഈ 2 സാക്ഷ്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ഞങ്ങൾ സ്ഥിരമായിട്ട് കുടുംബ പ്രാർത്ഥനയിലും പ്രത്യക്ഷീകരണത്തിലും ഞങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴും കുഞ്ഞിൻ്റെ കാര്യത്തിലായാലും എന്ത് രോഗങ്ങൾ എന്തെങ്കിലും വന്നാലും ഞങ്ങളുടെ വിശ്വാസത്തിൽ വാവയായാലും നന്നായിട്ട് പ്രാർത്ഥന സമയത്തൊക്കെ നന്നായിട്ട് കൈയിട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം മാതാവിൻ്റെ ഉടമ്പടി തൈലം എപ്പോഴും കുഞ്ഞിൻ്റെ നെറ്റിയിൽ എപ്പോഴും പുരട്ടി ഞങ്ങൾ യാത്ര പോകുമ്പോഴും കിടങ്ങാൻ ഉറങ്ങുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് കിടന്നുറങ്ങുന്നതിന് മുമ്പ് എപ്പോഴും ഞങ്ങൾ തൈലം പുരട്ടിയാണ് കിടന്നുറങ്ങുന്നത്. അതോടെ എന്തെങ്കിലും ഒരു രോഗങ്ങളോ കാര്യങ്ങൾ വരുമ്പോഴും ഞങ്ങൾ ഉപ്പിട്ട് ആ കുഞ്ഞിൻ്റെ ഭക്ഷണത്തിൽ ഞങ്ങളുടെ ഭക്ഷണത്തിലായാലും ഇട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രേക്ഷിത വൈഫ് പറയും. പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ഇവിടുന്ന് കൃപാസനത്തിൽ പത്രം ഞങ്ങൾ UK കൊണ്ടുപോകാറുണ്ട്. ഇംഗ്ലീഷും മലയാളവും പത്രങ്ങൾ ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അവിടെ പള്ളികളിലും ഞങ്ങൾക്കറിയുന്ന കമ്മ്യൂണിറ്റികളിൽ ഞങ്ങളത് കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ മാസവും ഞങ്ങളുടെ സാലറിയിൽ നിന്നൊരു 1/ദശാംശം ഞങ്ങൾ പള്ളിയിലേക്കും ഞങ്ങളുടെ ഒരു ഹോസ്പിറ്റലുണ്ട് ഇവിടെ ഞങ്ങളുടെ ഇടവകയിൽ, അവിടെ ചാരിറ്റി ഹോസ്പിറ്റലുണ്ട്, അവിടെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ കുടുംബ പ്രാർത്ഥനകൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട്, കുമ്പസാരിക്കാറുണ്ട് ഞങ്ങൾ. പിന്നെ ഒഴിവ് ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. കൂടുതലായിട്ട് ആത്മീയമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രോഗികൾ കാണുമ്പോഴും ഞങ്ങൾക്ക് അവിടുത്തെ UK സാഹചര്യം അനുസരിച്ച് പുറത്തു പോയി നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് ആക്ടിവിറ്റി ചെയ്യാം. വോളണ്ടിയർ സർവീസ് ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ജോലിയുടെ സംബന്ധമായിട്ട് ഞങ്ങൾ കാണുന്ന പേഷ്യൻസിലെല്ലാം മാതാവിൻ്റെ സംരക്ഷണത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. പേഷ്യൻസിനൊക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ പേഷ്യൻസിന് മാതാവിനെക്കുറിച്ചും ഞങ്ങളുടെ കൃപാസന മാതാവിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറയാറുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം. ഞങ്ങളുടെ വചനത്തിൻ്റെ അടിസ്ഥാനം ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസം അത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. ആത്മീയപരമായി ഉടമ്പടി എടുത്തേ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അമ്മ ഉടമ്പടി എടുത്ത ആ ഒരു ആത്മീയതയിൽ ഞങ്ങൾ വളർന്നു വന്നേ പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലും വലിയൊരു ഉണർവാണ് കിട്ടിയിരിക്കുന്നത്. എന്ത് സാഹചര്യം വന്നാലും ഭയം കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കുവാനും
എന്തൊരു സാഹചര്യത്തിലും മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് 2 ആഴ്ച കുമ്പസാരം എങ്ങാനും ലേറ്റായാൽ നമുക്ക് പെട്ടെന്ന് ടെൻഷനാവും. പെട്ടെന്ന് പോയി കുമ്പസാരിച്ച് ആത്മീയമായ പെട്ടെന്ന് ഉണർവ് കിട്ടാൻ ഞങ്ങൾക്ക് സാധിക്കാറുണ്ട്. ഇതുവരെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇനിയായാലും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും ഞങ്ങളിപ്പോൾ ഉടമ്പടി പുതുക്കി ഇനി അടുത്ത വർഷം 1 വർഷത്തേക്കും അടുത്ത വർഷം വെക്കേഷൻ വരെ ഉടമ്പടി ജീവിതത്തിലും ധ്യാനത്തിലും എല്ലാ ആഴ്ചയിലും ധ്യാനത്തിൽ കൂടുവാനും ആത്മീയമായും കുമ്പസാരത്തിലൂടെയും ആത്മീയ ജീവിതത്തിലും കൃപാസനം മാതാവിൻ്റെയും പരിശുദ്ധയുടെയും അനുഗ്രഹത്താൽ ജീവിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതുവരത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ കൃപാസമാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി. 1 സാമുവേൽ 1:26 ഹന്ന പറഞ്ഞു, ഗുരു, ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ. ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ആൻ്റണി നിഖിൽ എന്ന ഈ മകനും ജീവിത പങ്കാളിയും മറിയം എന്ന കുഞ്ഞിനെ കരങ്ങളിലേന്തി അമ്മ മാതാവ് എങ്ങനെ ഈ മകളെ ഈ കുടുംബത്തിന് നൽകിയെന്ന് അമ്മയുടെ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യത്തെ ഒരു കുഞ്ഞ് മിസ്കാരേജായി പോവുകയും അടുത്ത കുഞ്ഞിൻ്റെ ഗർഭകാലത്തിൽ ചെറിയ ക്ലേശങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും അമ്മയോട് ചോദിച്ച് ഉടമ്പടിയിൽ ജീവിച്ച് അമ്മയിൽ നിന്ന് സംരക്ഷണം തേടി ഉദരത്തിലുരുവായ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ആ കുടുംബത്തിന് ലഭിച്ചതിൻ്റെ സന്തോഷമാണ് അമ്മയുടെ തിരുനടയിൽ സമർപ്പിക്കുന്നത്. അതോടൊപ്പം നാട്ടിലേക്ക് പോരുവാൻ നിന്ന ദിവസങ്ങളിൽ കുഞ്ഞിന് വന്ന രോഗക്ലേശവും യാത്ര ചെയ്യുവാനാവില്ല എന്ന് ഡോക്ടർമാർ തീർത്ത് പറഞ്ഞപ്പോഴും ഉടമ്പടി നേർച്ചവസ്തുക്കൾ കുഞ്ഞിന് സ്ഥിരമായി കൊടുക്കുകയും അത്ഭുതകരമായി യാത്രയുടെ തലേ ദിവസം കുഞ്ഞിൻ്റെ എല്ലാ രോഗാവസ്ഥകളും പൂർണ്ണമായി മാറി ഡിസ്ചാർജ് ചെയ്ത് യാത്ര ചെയ്യുവാനുള്ള അനുമതി ലഭിച്ചതിൻ്റെ സന്തോഷവും കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ജീവിതം വല്ലാതെ ഒന്ന് ഉലയുമ്പോൾ നമ്മളെ ഉറപ്പിച്ചു നിർത്തുവാൻ ഈ നാളുകളിൽ ലോകത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക പദ്ധതിയുടെ പേരാണ് മരിയൻ ഉടമ്പടി. അതുകൊണ്ട് അമ്മയുടെ ഉടമ്പടിയിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കുകയും ഏതൊരു ജീവിത ക്ലേശത്തെയും അമ്മയുടെ സംരക്ഷണയിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ എത്ര വലിയ ജീവിത വിഷയത്തിന്മേലും തിരുക്കുമാരൻ്റെ കരം പിടിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അമ്മ വരികയും അമ്മയിലൂടെ നാം വലിയ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരായി മാറുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഒരു കുഞ്ഞിനെക്കുറിച്ച് ആകുലപ്പെട്ട നാളുകളിൽ ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി അമ്മ മാതാവി കുടുംബത്തെ സംരക്ഷിച്ചു സഹായിച്ചുവെന്ന് ഈ അൾത്താരയിൽ സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി ദൈവജനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് അമ്മ മാതാവും ഈശോയും നൽകിയ ഈ വലിയ അനുഗ്രഹത്തിനും ആത്മീയ ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷി